എറണാകുളം മലയിടംതുരുത്ത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കാരും കുടുംബങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം തന്നെ സമരക്കാരും സർക്കാരും തമ്മിൽ സമവായത്തിലെത്തിയിരുന്നു. വിവരങ്ങളുമായി റാംഷാ CP നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷാ, ഒരു സങ്കീർണമായ പ്രശ്നമായിരുന്നു. അതിലൊരു കൂടിയാലോചനകൾക്ക് ശേഷം, ചർച്ചകൾക്ക് ശേഷം ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. തുടർ നടപടികൾ ഏതു തരത്തിൽ, വിശദാംശങ്ങൾ എങ്ങനെ റാംഷാ CP? മലയിടംതുരുത്ത് പാരിയത്തുകാവിലെ ഭൂമി പ്രശ്നം ഒരു സങ്കീർണമായ പ്രശ്നം തന്നെയായിരുന്നു. ആ പ്രശ്നത്തിനാണ് ഇപ്പോൾ ഇന്ന് ഈ കളക്ടറേറ്റിൽ തീരുമാനമായിരിക്കുന്നത്. ഇരു കൂട്ടരും, അതായത് ഈ പാരിയത്തുകാവിൽ താമസിക്കുന്ന കുടുംബങ്ങളും അതോടൊപ്പം ഭൂ ഉടമകളും സർക്കാരും തമ്മിലാണ് ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കരാറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നത് 5 സെന്റ് ഭൂമി ഈ സ്ഥലത്ത് തന്നെ, പാരിയത്തുകാവിൽ തന്നെ 5 സെന്റ് ഭൂമി വീതം ഈ കുടുംബങ്ങൾക്ക്, 7 കുടുംബങ്ങൾക്ക് നൽകും. അത് ഈ ഭൂ ഉടമകൾ വിട്ടു നൽകും. അതോടൊപ്പം സർക്കാർ ഈ ഭൂമിയിൽ വീട് വച്ചു നൽകും എന്നതാണ് പ്രധാനപ്പെട്ട ഈ കരാറിലുള്ള ഒരു കാര്യം എന്നത്. അതിൽ 10 മാസത്തിനുള്ളിൽ ഈ വീട് വെച്ചു നൽകും എന്നതാണ് പറയുന്നത്. ഇനി 10 മാസത്തിന് അകത്ത് ഈ വീട് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും എപ്പോഴാണോ ഈ വീടിന്റെ താക്കോൽ സർക്കാർ ഈ കുടുംബങ്ങൾ കൈമാറുന്നത് അന്ന് മുതൽ 20 ദിവസത്തിനകം ഈ പഴയ വീട്, ഇപ്പോൾ ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട് ഒഴിഞ്ഞു നൽകണം. അതിലുള്ള ആ ഭൂമിയിലുള്ള മരങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം ഇവർക്ക് ഇവിടെ നിന്നും മാറ്റാം. മരങ്ങളൊക്കെ മുറിച്ച് വിൽപ്പന നടത്തണമെങ്കിൽ ആ നിലയിൽ കൈകാര്യം ചെയ്യാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കരാറിലുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയതായി ഇവർക്ക് നൽകുന്ന 5 സെന്റ് ഭൂമിയിലേക്കുള്ള വഴി, അത് 3 മീറ്റർ എന്നതാണ് ഈ കരാറിലുള്ളത്. ഈ കുടുംബങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു 4 മീറ്റർ എന്നത് ആക്കി തരണം എന്ന ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കരാറിൽ 3 മീറ്റർ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു തത്വത്തിൽ അംഗീകരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കരാറുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് പാരിയത്തുകാവിലെ കുടുംബങ്ങൾ പറയുന്നത്. ഏതായാലും നാളെ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുകയാണ്. അതായത് കോടതി സമയം അനുവദിച്ചതിന്റെ അവസാന തീയതി നാളെയാണ്. നാളെ കോടതിയിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാർ അറിയിക്കും. അതിനായി എ ജി ഉൾപ്പെടെ ഈ കരാറുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മന്ത്രി റോജി എം ജോണും MLA EP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കളക്ടറേറ്റിൽ എത്തിയാണ് കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറായി ഇതുമായി ബന്ധപ്പെട്ട പങ്കുവെക്കുകയായിരുന്നു. ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ പശ്ചാത്തലത്തിൽ അക്കാര്യങ്ങൾ, കരാറിന്റെ വിശദാംശങ്ങളൊക്കെ നാളെ കോടതിയിൽ സർക്കാർ അറിയിക്കും. റാംഷാ CP വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.